ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഈ മീൻ പാരറ്റ് ഫിഷാണ് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മീനിൻ്റെ പുറത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. കുറച്ച് സമയം വെച്ചിരിക്കണം, അപ്പോൾ ഈ അരപ്പെല്ലാം ഒന്ന് പിടിക്കും. അടുത്തത് നമുക്ക് മീൻ വാഴയിലയിൽ പൊള്ളിക്കാനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ചെറിയ ഉള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ നമ്മുടെ പച്ചമുളകും കരിവേപ്പിലയും. അപ്പം നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഈ മീൻ അതിലേക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. ഡീപ്പാക്കി ഫ്രൈ ചെയ്യണ്ട. നമുക്ക് അടുത്തൊരു വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞതും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് അതൊന്ന് പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് തക്കാളി, നമുക്ക് എത്ര ആവശ്യം അതുപോലെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമുളക് കൊണ്ട് അതിൻ്റെ കൂടെ നന്നായിട്ട് വഴണ്ട് വരണുണ്ട്. അപ്പം ഞാൻ വേറെ പാനിൽ എല്ലാം മീനും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി വയ്ക്കുവാണ്. എന്നിട്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾ ഇത്രയും ചെയ്ത് നന്നായിട്ട് വഴറ്റണം. പിന്നെ നമ്മൾ അതിൽ ഉപ്പൊക്കെ ചേർക്കാൻ മറക്കരുത് കേട്ടോ. നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി അതിൽ നല്ല സെറ്റാണ്. എന്നിട്ട് നമ്മുടെ മെയിൻ സാധനമാണ് കുരുമുളക്. ഇത് വീട്ടിലുണ്ടായ കുരുമുളകാണ്. അത് ഉണക്കി പൊടിച്ചെടുത്തതാണ്. അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നമ്മുടെ മെയിൻ സാധനം എന്ന് വെച്ചാൽ എന്താണ്, തേങ്ങാപ്പാലാനായിട്ട് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് പക്ഷേ നമുക്ക് ഒരു കുഴഞ്ഞ പരുവത്തിൽ ഈ സവാള ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഈ തേങ്ങാപ്പാലായിട്ട് നല്ല മിക്സ് ആവണം. ഇതെന്തിനാണെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമ്മളൊരു വാഴയില എടുക്കുക, നന്നായിട്ട് വാട്ടിയിട്ട് അതിനകത്തേക്ക് ഈ അരപ്പ് ആ മീനിന് എത്ര ആവശ്യം അത്രയും നമ്മൾ വെക്കുക. ഞാനത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞങ്ങൾക്ക് വീണ്ടും ഈ മസാല വെക്കേണ്ടതുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ക്യാപ്സിക്കവും സവാള വട്ടനരിഞ്ഞതും തക്കാളിയും പച്ചമുളക് അതൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ മെയിൻ സാധനം ഉണ്ടായിരുന്നു കരിവേപ്പില. ഇതിൻ്റെ പുറത്ത് വെച്ചാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു മണമൊക്കെ കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് മടക്കിയെടുത്ത് നമ്മുടെ വാഴനാരുണ്ടല്ലോ, വാഴനാര് വെച്ച് നന്നായിട്ട് കെട്ടണം. എന്നിട്ടൊരു പാനിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ വാഴയിൽ വെച്ചിരുന്ന മീനുണ്ടല്ലോ അതിൻ്റെ പുറത്ത് വെച്ച് രണ്ട് സൈഡും ഇതുപോലെ പൊള്ളിച്ചെടുക്കണം, ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ. ഇനി അടുത്ത മീനാണ് കേട്ടോ. അങ്ങനെ എല്ലാ മീനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും സൂപ്പർ ടേസ്റ്റാണ്. കാരണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വാഴയില ഒന്ന് തുറക്കുമ്പോൾ ഒരു മണമുണ്ട് ആ ചൂടോടെ. അത് കഴിക്കുമ്പോൾ എൻ്റെ അമ്മേ എന്താ ടേസ്റ്റായിരുന്നെന്നറിയാമോ. കണ്ട അടുത്ത മീൻ അതുപോലെ വെക്കുവാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാ മീനും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അപ്പം, പെറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. സൂപ്പറായിരിക്കും കേട്ടോ. കണ്ടല്ലോ, എല്ലാം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റൊക്കെ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ ബൈ.